ഇന്ന് പള്ളവനാടൻ വിചാരണയ്ക്ക് എടുത്തിരിക്കുന്ന പുസ്തകം നിങ്ങൾക്ക് ഏവർക്കും പ്രിയങ്കരനായ മലയാള സാഹിത്യത്തിലെ അറിയപ്പെടുന്ന കഥാകൃത്തായ സോക്രട്ടീസ് വാലത്തിന്റെ തിരഞ്ഞെടുത്ത മിനിക്കഥകൾ എന്ന പുസ്തകമാണ്. ആ പുസ്തകം ആദ്യമേ തന്നെ ഞാനൊന്ന് കാണിക്കാം. ഇതാണ് സോക്രട്ടീസ് വാലത്തിന്റെ ഏറ്റവും പുതിയ പുസ്തകം, തിരഞ്ഞെടുത്ത മിനിക്കഥകൾ. അതാണ് എന്റെ മറുമുഖം. ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പുതിയ പബ്ലിക്കേഷൻസ് ആയ റൈറ്റേഴ്സ് ഹട്ട് എന്ന പേരിൽ തുടങ്ങിയ ഒരു പുസ്തകശാലയാണ്. പുതിയ കാലത്തിറങ്ങുന്ന കഥകൾ, നോവലുകൾ, അതിനെക്കുറിച്ച് വായനക്കാരുമായി സംവദിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പള്ളവനാടൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയത്. സോക്രട്ടീസിന്റെ ഈ കഥാസമാഹാരം മിനി കഥാസമാഹാരം ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ്. സോക്രട്ടീസ് കാലത്ത് ഒരു പുതിയ എഴുത്തുകാരനല്ല. അദ്ദേഹം 2 നോവലുകൾ എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ നോവൽ ആനന്ദലഹരി, രണ്ടാമത്തെ നോവൽ അരശ്. രണ്ടും ഏറെ കേരളത്തിൽ പരക്കെ വായിക്കപ്പെടുന്ന പുസ്തകമാണ്. അതിനൊപ്പം അദ്ദേഹം 5-6 കഥാസമാഹാരങ്ങൾ എഴുതിയിട്ടുണ്ട്. കവചിതം, മെയ്ദിനി, അങ്ങനെ ഒരു 5-6 കഥാസമാഹാരങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിനൊപ്പം തന്നെ 2 സിനിമകൾക്ക് തിരക്കഥ എഴുതിയിട്ടുണ്ട്. പത്രപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചിട്ടുണ്ട്. ഡോക്യുമെന്ററി സംവിധാനം ചെയ്തതിന് അഖിലേന്ത്യാടിസ്ഥാനത്തിൽ അവാർഡുകൾ നേടിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. ഇതെല്ലാം ഒരു മുഖവരയായിട്ട് ഞാൻ പറഞ്ഞത്, ഈ പുസ്തകം എന്റെ വായനയിൽ എനിക്ക് ഏറെ ശ്രദ്ധേയമായി തോന്നാനുണ്ടായ കാരണം, നമ്മളിന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടം വളരെയധികം മനുഷ്യരെ വിഷമിപ്പിക്കുന്ന, അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഇൻ ദ സെൻസ് ടെലിവിഷൻ, പത്രമാധ്യമങ്ങൾ, ഇവരെല്ലാം കൂടെ നൈർമല്യമുള്ള മനസ്സുള്ളവരെ കണ്ടമാനം ചിന്തിപ്പിക്കുകയും വേദനിപ്പിക്കുകയും പ്രതികരണശേഷി നഷ്ടപ്പെട്ടുകൊണ്ട് വിലപിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിനാണ്. ഇവർക്ക് നേരെയുള്ള ഒരു കല്ലേറാണ്, അല്ലെങ്കിൽ ഒരു ചോദ്യചിഹ്നമാണ്, നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യചിഹ്നമാണ് സോക്രട്ടീസ് കാലത്ത് ഈ കഥകളിലൂടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അത് വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട്. ഇനി ഈ പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയുമോ എന്നറിയില്ല, അറിയാമായിരിക്കണം. സോക്രട്ടീസ് വാലത്തിന്റെ അച്ഛൻ മരിച്ചുപോയ VK വാലത്ത് സർവനാമ ചരിത്രത്തിൽ ഗവേഷണം നടത്തുകയും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ എറണാകുളം ജില്ല, പാലക്കാട് ജില്ല, തൃശ്ശൂർ ജില്ല, ഈ 3 ജില്ലകളുടെ സർവനാമ ചരിത്ര ഗവേഷകനായിരുന്നു VK വാലത്ത് മാഷ്. മാഷിന്റെ പുസ്തകങ്ങൾ ഇപ്പോൾ കേരള സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ പുസ്തകം എന്റെ കൈവശമുണ്ട്. അതും നിങ്ങൾക്ക് വാങ്ങി വായിക്കാവുന്ന പുസ്തകമാണ്. ഒരു റെഫറൻസ് ഗ്രന്ഥമായിട്ട് ഉപയോഗിക്കാവുന്ന. ഈ പുസ്തകത്തിലെ സോക്രട്ടീസിന്റെ ഒരു കുറിപ്പുണ്ട്. അതിനുശേഷം അദ്ദേഹം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു അച്ഛന്റെ തന്നെ ഒരു കവിതയുടെ കുറച്ച് ശകലങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. VK വാലത്ത് മാഷ് ഇടിമുഴക്കം എന്ന പേരിൽ 1957 എഴുതിയ കവിതയാണ്. അതിൽ ചില വരികളാണ്. പഴമ ഇപ്പോഴും ഭരിക്കുന്നു, ഭയപ്പെടുത്തിക്കൊണ്ടുള്ള ഭരണം, പള്ളവീർപ്പിക്കാനുള്ള ഭരണം. പഴമ ചത്തതാണ്, അത് ജീവിച്ചുകൂടാ. ഒരു ചീഞ്ഞ ശവത്തിനെ ജീവിപ്പിക്കാമോ? നോക്കൂ, ഒരു ചീഞ്ഞ ശവം ഇന്ത്യയിൽ നടക്കാനും മുന്നോട്ട് വരാനും തുടങ്ങിയിരിക്കുന്നു. 1957 സോക്രട്ടീസ് വാലത്തിന്റെ പിതാവ് എഴുതിയ ഈ വരികൾ ഒരു പിന്തുടർച്ചയാവാം സോക്രട്ടീസ് വാലത്തിന്റെ ഈ മിനിക്കഥകൾ. 60ഓളം മിനിക്കഥകളുണ്ട് ഇതിനകത്ത്. ഈ കഥകളിലൂടെ സോക്രട്ടീസ് വാലത്ത് അനുവാചകനോടും ഈ പുസ്തകം ചർച്ച ചെയ്യപ്പെടുന്നവരോടും പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നു. ഈ പുസ്തകത്തിനെ ശ്രദ്ധേയമാക്കുന്നത് വീണ്ടും ചില കാര്യങ്ങൾ കൊണ്ടുണ്ട്. ഈ പുസ്തകത്തെക്കുറിച്ച്, പുസ്തകത്തിന്റെ മറുവശം 2 കുറിപ്പുകളുണ്ട്. ഒന്ന്, നമുക്ക് കുറുങ്കഥകളുടെ കുലപതി എന്ന് വിശേഷിപ്പിക്കാവുന്ന PK പാറക്കടവാണ് ഒരു കുറിപ്പ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെയാണ് ഈ കഥകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. സോക്രട്ടീസ് വാലത്തിന്റെ ഈ ചെറിയ വലിയ കഥകളിൽ
ജീവിതമുണ്ട്. നമ്മുടെ കാലത്തിന്റെ ക്രൗര്യം വരച്ചിട്ടിട്ടുണ്ട്. അച്ഛൻ തുടങ്ങിയ ചില കഥകൾ വർത്തമാനകാലം തുടർച്ചയോടെ ആവിഷ്കരിക്കുന്ന രചനകൾ, മൂർച്ചയോടെ ആവിഷ്കരിക്കുന്ന രചനകളാണ് ഒരു വെളിപാട് പോലെ സോക്രട്ടീസിനെ മനസ്സിൽ കയറി വന്ന ഈ ചെറിയ രചനകൾ. വായനക്കാരുടെ മനസ്സിൽ പൂരിപ്പിക്കേണ്ട വലിയ രചനകൾ തന്നെയാണ് മുള്ളുമുനകളിലുള്ള ഉള്ളുപിടയുന്നവരുടെ തിരക്ക് പിടിച്ച ലോകത്തേക്ക് ഏറുപടക്കങ്ങളായി എത്തുന്ന ഈ കഥകൾ. എത്ര വളരെ ഷോർട്ടായിട്ട് ആ കഥകളുടെ ഉള്ളറിഞ്ഞ് എഴുതിയതാണ് പാറക്കടവ്. അതിന്റെ കൂടെ വളരെ പ്രശസ്തയായ എഴുത്തുകാരിയും വിമർശകയും എല്ലാം ആയ ഡോക്ടർ അനി പാപ്പച്ചൻ എഴുതിയ വരികളും കൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. സാരാംശമാണ് സൗന്ദര്യം. സോക്രട്ടീസിന്റെ മിനിക്കഥകൾ വായിച്ചു പോകുമ്പോൾ നിങ്ങൾ സാരാംശങ്ങളുടെ സൗന്ദര്യത്തിൽ തൊടും. വെള്ളമൊഴുകിപ്പോയാലും അപ്രതീക്ഷിതമായി കാലിൽ തടയുന്ന മിനുക്കവും തിളക്കവുമുള്ള ഒരു കല്ല് എടുത്തു നോക്കുമ്പോഴെന്ന വിധം ഈ കുഞ്ഞിക്കഥകൾ നിങ്ങൾക്ക് അത്ഭുതവും കൗതുകവും തരും. 4 വരിയിൽ ജീവിതത്തെ കൊടുക്കുന്ന ആഖ്യാനത്തിൽ നിങ്ങൾ രസം പിടിക്കും. ആദ്യം ചിരിച്ചാലും പിന്നീട് ചിരിച്ചതോർത്ത് വ്യസനിച്ചേക്കാം. ആദ്യം കരഞ്ഞാലും പിന്നെ കരഞ്ഞുകൊണ്ട് ചിരിച്ചേക്കാം. ചില കഥകൾ നിങ്ങളുടെ തന്നെയെന്ന് സാമ്യപ്പെട്ടേക്കാം. പൊരുത്തപ്പെട്ടതും നിശ്ചയിച്ചതുമായ ലോകത്തെ കൺമുന്നിൽ കൊണ്ടു നിർത്തിയിട്ട് ഈ അണ്ടകടാഹത്തിലെ മനുഷ്യജീവിതം എത്ര നിഗൂഢമായാണ് നമ്മെ തത്വങ്ങൾ പഠിപ്പിക്കുന്നതെന്ന് സോക്രട്ടീസ് കഥ പോലെ പറഞ്ഞു തരുന്നു. കഥാകാരത്തിന്റെ ലളിതവും ചടുലവുമായ ഭാഷയും സ്വതസിദ്ധമായ നർമ്മവും കൊണ്ട് അത് കഥയല്ല, നമ്മോടുള്ള ജൈവികമായ വർത്തമാനം തന്നെയായി പരിണമിക്കുന്നു. ഇത്തിരി നേരം ഈ മിനിക്കഥകളുമായി നിന്നെയും പറഞ്ഞു ഇരുന്നു നോക്കൂ, ഏറുകൊള്ളൂ. വളരെ ശരിയായ അർത്ഥവത്തായ ഒരു കുറിപ്പാണത്. ഈ കഥകളുമായി ഒന്നും മിണ്ടിയും പറഞ്ഞും ഇരുന്നു നോക്കൂ, ഏറുകൊള്ളും എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് ചിന്തകൾ കടന്നു വരും എന്നുള്ളതാണ്. കാരണം നമുക്ക് ചുറ്റും നമ്മൾ ദിവസവും കാണുന്നതാണ് മാധ്യമങ്ങളിലൂടെയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തരത്തിലും നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്നത്. അതിന്റെ ഒരു കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള കഥകളാണ് 60ഓളം കഥകളിൽ അദ്ദേഹം സോക്രട്ടീസ് നമ്മോട് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. വളരെ ഭംഗിയായി പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് വായിച്ച കഥകളില്ല, സോക്രട്ടീസിന്റെ കഥകൾ അല്ലെങ്കിൽ തന്നെ 2014 ന്യായവിധി എന്ന കഥ പത്മരാജൻ പുരസ്കാരം നേടിയ കഥയാണ്. അദ്ദേഹത്തിന്റെ കഥകളെല്ലാം തന്നെ ഈയിടെ കഴിഞ്ഞ മാസം മാതൃഭൂമിയിൽ വന്ന ഇരുൾ വസിക്കും മാളം വളരെ വിചിത്രമായും വളരെ മനോഹരമായ അതിമനോഹരമായ ഈ വർഷത്തെ ഏതെങ്കിലും ഒരു അവാർഡിന് പരിഗണിക്കാവുന്ന ഒരു കഥയാണ്. അപ്പൊ അത്രയും ശക്തമായ വരികളിൽ അനുവാചകനെ ആനന്ദിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന എഴുത്തുശൈലി സോക്രട്ടീസ് കാലത്തിൻ്റെതായിട്ടുണ്ട് എന്ന് വായനക്കാരനും എഴുത്തുകാരനും തമ്മിൽ, പ്രത്യേകിച്ചും സോക്രട്ടീസ് കാലത്തിന്റെ എഴുത്തിന് ഒരു പാലത്തിന്റെ ആവശ്യമില്ല. പരസ്പരം പാരലായിട്ട് വായനയുടെ എന്താ പറയാ ഒരു രാസലഹരി അനുവാചകനിലേക്ക് പടർത്താനുള്ള കഴിവ് സോക്രട്ടീസിനുണ്ട് എന്നുള്ളതാണ് എന്റെ സത്യം. ഈ പുസ്തകം വായിച്ചതിൽ നിന്ന് എനിക്ക് അപകീർത്തിക്കാൻ വള്ളവനാടൻ വിചാരണയിൽ നിങ്ങളോട് പറയാനായിട്ട് തോന്നിയ ഒരു കാര്യമാണത്. ഇതിൽ പാറക്കടവ് ഇത് പല കഥകളും അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ 1, 2, 3 കഥകൾ ഏറെ ശ്രദ്ധേയമായ അദ്ദേഹത്തിന് തോന്നിയ കഥകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു കഥ നിങ്ങൾക്കായി ഞാൻ വായിക്കാം. ആ കഥയുടെ പേര് അച്ഛൻ എന്നാണ്. അച്ഛൻ എന്നുള്ള കഥ നിങ്ങൾക്കായി ഞാൻ വായിക്കാം. അത് മനോഹരം എന്നല്ല ആ കഥയെ പറയാം. ആ കഥ ശരിക്കും നമ്മൾ കണ്ടതോ കേട്ടതോ അനുഭവിച്ചതോ ആയ ഒരച്ഛന്റെ ദുഃഖം തന്നെയാണ്. നമുക്ക് ചുറ്റും നമ്മൾ എന്നും കാണുന്ന സംഭവങ്ങൾ തന്നെയാണ്. ഞാൻ എടുത്തോട്ടെ. ഞാൻ കഥ വായിക്കുകയാണ്. അച്ഛൻ. 64 രാത്രികൾക്കും ശേഷം എന്റെ മകളെ എനിക്ക് തിരിച്ചു കിട്ടി.
ദുർഭരണം മുടിപ്പിച്ച ഏതോ രാജ്യം പോലെ, ചോരയും ചളിയും പുരണ്ട അതിന്റെ പതാക പോലെ എന്റെ മകളെ എനിക്ക് തിരിച്ചു കിട്ടി. കാണാതാവുമ്പോൾ അവളൊരു കൊച്ചുകുട്ടി, 64 രാത്രികൾക്ക് ശേഷം കണ്ടുകിട്ടുമ്പോൾ അവൾ ഒരു സ്ത്രീ. പഠിക്കൽ അധികാരം, വിട്ടുക, മൊഴിയെടുക്കണം. നിയമ നടപടികൾ വേറെയുണ്ട്, വാതിലിൽ പത്രവും ചാനലും. വിട്ടുക, വിശദമായിട്ട് അറിയണം. എത്ര പേർ, എപ്പോഴൊക്കെ, ഉന്നതനുണ്ടോ? ജനാലയിൽ ജനം. വിട്ടുക, കാണട്ടെ. എന്തു പ്രായം, വീട്ടമ്മയാണോ? നിയമത്തിന്, വാർത്തയ്ക്ക്, നാവുകൾക്ക്. ഒന്നിനും ഞാൻ അവളെ വിട്ടുകൊടുക്കില്ല. പകരം അവറ്റകൾക്ക് മുന്നിലേക്ക് എറിഞ്ഞു കൊടുക്കും. മച്ചിൽ കെട്ടിയൊതുക്കി വെച്ച പൊടി പിടിച്ച ഈ കുഞ്ഞു തൊട്ടിൽ. അവിടെ കഥ അവസാനിക്കുക. എന്താണ് സോക്രട്ടീസ് പറയാൻ ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് എനിക്കറിയാം. ഇങ്ങനെ ഓരോ കഥകളും ഏറെ വ്യത്യസ്തവും ഏറെ നമ്മളെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന കഥകളാണ്. സോക്രട്ടീസ് പാലസിന്റെ സ്ഥിരം ശൈലികളിൽ നിന്ന് അല്പം വ്യത്യസ്തപ്പെടുത്തിയാണ് അദ്ദേഹം കഥകൾ എഴുതിയിട്ടുള്ളതെങ്കിലും ശ്രദ്ധേയമായി തോന്നിയ കഥകൾ ഒരുപാടുണ്ട് ഇതിനകത്ത്. എന്തുകൊണ്ടും വായിക്കേണ്ട കഥകളാണ്. ഈ ഒരു വായന ചെറിയ കഥകളാണെങ്കിലും വായിക്കുമ്പോൾ നിങ്ങളെ ഏറെ ചിന്തിപ്പിക്കും. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒറ്റവരി കഥകളും ഒറ്റവരി കവിതകളും കുറുങ്കഥകളും ഒക്കെ ഇറങ്ങുന്ന ഒരു കാലഘട്ടമാണ്. കഥകൾ പരത്തി പറയാതെ നമുക്ക് പറയാനുള്ള ആശയങ്ങൾ ഒരു വരിയിലൂടെ 4 വരിയിലൂടെ പറയാൻ കഴിയുന്നത് ഒരു എഴുത്തുകാരന്റെ വളരെ ശ്രദ്ധേയമായ ഒരു കഴിവ് തന്നെയാണ്. ഏതായാലും ഈ പുസ്തകം വള്ളുവനാടൻ വിചാരണയ്ക്ക് എടുത്തതിൽ ഏറെ സന്തോഷമുണ്ട്. എല്ലാ ആഴ്ചയും പുതിയതായി ഇറങ്ങുന്ന പുസ്തകങ്ങളെ പറ്റിയിട്ട്, ഞാൻ തിരഞ്ഞെടുക്കുന്ന പുസ്തകങ്ങളെ പറ്റിയിട്ട് ഇങ്ങനൊരു സഹസ്രനം, അവലോകനം, ചിലപ്പോൾ വിമർശനമായിരിക്കാം. അതെന്റെ മാത്രം കാഴ്ചപ്പാടായിരിക്കും. അത് നിങ്ങളെപ്പോലെ വായനക്കാർ സദയം സ്വീകരിക്കുമെന്ന് എനിക്കറിയാം. സോക്രട്ടീസ് പാലസിന്റെ ഈ പുസ്തകം എന്തുകൊണ്ടും വായിക്കപ്പെടേണ്ടതാണ്. വായിക്കപ്പെടട്ടെ. എല്ലാവിധ ആശംസകളും സോക്രട്ടീസിന് അർപ്പിച്ചുകൊണ്ട് വള്ളുവനാടൻ വിചാരണ, ഇന്നത്തെ വിചാരണ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.